മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 351 എപ്പിസോഡിൽ നമ്മൾ ബാരറ്റ കാർബോണിക്ക എന്ന അധ്യായത്തിൻ്റെ 5ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ പർട്ടിക്കുലർ സിംറ്റംസാണുള്ളത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കഫസംബന്ധമായ ചില അവസ്ഥകൾ, ടോൺസിലൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ചില അവസ്ഥകൾ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില അവസ്ഥകൾ, അതുകൂടാതെ പല ഔഷധങ്ങളുമായിട്ടുള്ള സുപ്രധാനമായ താരതമ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതിനേക്കാൾ ഉപരി വളരെ ശ്രദ്ധേയമായി, ഒത്തിരി സർക്കാസ്റ്റിക്കായിട്ട് കെൻ്റ് ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. നെർവസ് ഹോമിയോപാത്സ്. പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ പരിഭ്രാന്തിയിലായിപ്പോയാലെന്നവണ്ണം പെരുമാറുന്ന ഒരു ഹോമിയോപാത്തിൻ്റെ അവസ്ഥ. മറ്റൊന്നുമല്ല, കൃത്യമായിട്ട് പഠിക്കാതെ, കൃത്യമായിട്ടുള്ള പഠനം നടത്താതെ, സമ്പൂർണമായൊരു കേസ് ടേക്കിംഗ് നടത്താതെ, സൂക്ഷ്മമായ റെപ്പർട്ടൈസിങ് നടത്താതെ, അങ്ങനെ സൂചിപ്പിക്കപ്പെടുന്ന ഔഷധങ്ങളെക്കുറിച്ച് നല്ല മെറ്റീരിയ മെഡിക്കകളിൽ നോക്കി അത് കൂടുതൽ പഠിച്ച് വളരെ കൃത്യമായൊരു ഔഷധത്തിലേക്ക് എത്താനുള്ള പരിശ്രമം നടത്താതെ, ചില തോന്നലുകളുടെ, ചില മുൻവിധികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് കൊടുത്തു, പറ്റുന്നില്ല, ഉടനെ അടുത്ത കൊടുത്തു, അത് പറ്റുന്നില്ല, വീണ്ടും വേർന്ന് കൊടുത്തു, അങ്ങനെ രോഗിയെ മടുപ്പിക്കും, ഹോമിയോപ്പതിക്ക് ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്യും, സ്വന്തം കരിയർ കളയുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ കെൻ്റെ കാലഘട്ടത്ത് അങ്ങനെ ഉണ്ടായാൽ തന്നെ, വിദ്യാർത്ഥികൾ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം, ഉണ്ട്, കെൻ്റെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവരെ വിമർശിച്ചുകൊണ്ട്, അവരെ ഗുണദോഷിച്ചുകൊണ്ട് പറയുകയാണ് നെർവസ് ഹോമിയോപാത്സ്. അങ്ങനെ ആകരുത്, തെറ്റായ ബോധ്യങ്ങളിലൊക്കെ കുരുങ്ങിക്കിടന്നുകൊണ്ട് കരിയറിനെ നശിപ്പിക്കരുത്, പേഷ്യൻസിനെ അകറ്റരുത് എന്ന് കെൻ്റ് പറയുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം. ഇറപ്ഷൻസ് അപ്പോൺ ദ ഫേസ്. മുഖത്ത് പലതരത്തിലുള്ള പരുക്കൾ, കുരുക്കളൊക്കെ ഉണ്ട്. മുഖം സിക്കിലി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, മുഖം ശോഷിച്ചതാണെന്ന് പറഞ്ഞു, അവിടെ പരുക്കളുമുണ്ട്. ദ ഫേസ് ഈസ് സിക്കിലി, ഓഫൺ പേർപ്പിൾ, റെഡ് ആൻഡ് ബ്ലോട്ടഡ്. വയലറ്റ്, നീലനിറം, വയലറ്റ് നിറം, ചുവപ്പ് നിറം ഒക്കെ വരും. ഇത് പക്ഷേ ഒരു ഫെയർ കോംപ്ലക്ഷനിൽ നമ്മുടെ നാട്ടിൽ കാണുകയുള്ളൂ, അല്ലാതെ ഒരു ബ്രൗണിഷ് കളറിൽ അങ്ങനെ കൃത്യമായിട്ട് കാണണമെന്നില്ല. ഒരു കളർ ചേഞ്ച് ഉണ്ടാകാം. ലീൻ ആൻഡ് അമീഷിയേറ്റഡ്, ശോഷിച്ച് വല്ലാതെ സിക്കിലി ആയിട്ടുള്ള മുഖം. ലുക്കിംഗ് ഓൾഡ് ആൻഡ് വിതേർഡ്, കണ്ടാൽ വാർദ്ധക്യത്തിലായ ഒരാളുടെ മുഖമാണെന്ന് തോന്നും. യുവാവിൻ്റെയോ യുവതിയുടെയോ കുട്ടിയുടെയൊക്കെ മുഖമാകാം, പക്ഷെ വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണും. വിതേർഡ്, ആകെ ശോഷിച്ച് ക്ഷീണിച്ച്. ദ ഇൻഫൻറ്റ് ലുക്സ് ലൈക്ക് എ ലിറ്റിൽ ഓൾഡ് പേഴ്സൺ. ശിശു ഒരു കുഞ്ഞു വൃദ്ധനെ പോലെ, ഒരു കുഞ്ഞു വൃദ്ധയെ പോലെ തോന്നിക്കുന്നു. ഇനി ഈ ലിറ്റിൽ ഓൾഡ് പേഴ്സണ് ചില സമാനതകൾ പറയുന്നുണ്ട്, അതും ശ്രദ്ധിക്കാം. ലൈക്ക് ദ സ്റ്റേറ്റ് വി ഫൈൻഡ് ഇൻ നാട്രമ്യൂർ ആൻഡ് കൽക്കേറിയ. നാട്രമ്യൂറിലും കൽക്കേറിയയിലും ഇത്തരം അവസ്ഥ നമുക്ക് കാണാം. വിത്ത് ഫേസ് ട്രബിൾസ്, വിത്ത് ടീത്ത് ട്രബിൾസ്, and especially with throat troubles, enlarged glands under the jaw and down the neck. ബാരറ്റ കാർബിൽ പറയുകയാണ്, മുഖത്തെ പ്രശ്നങ്ങൾ, പല്ലിലെ പ്രശ്നങ്ങൾ, വിശേഷിച്ചും വായുമായിട്ട് ബന്ധപ്പെട്ട് തൊണ്ടയിലും കീഴ്ത്താഴിയുടെ കീഴ്ഭാഗത്തുമൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇയർ ഡിസീസ് ഫോളോവിങ് സ്കാർലറ്റ് ഫീവർ. സ്കാർലറ്റ് ഫീവർ, ചെമ്പനിക്ക് ശേഷം അതിൻ്റെ തെറ്റായ മാനേജ്മെൻറ്റ് കൊണ്ട് ചെവിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, കേൾവി നഷ്ടപ്പെടുന്നു പോകുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. എൻലാർജ്മെന്റ് ആൻഡ് ഇൻറ്റുറേഷൻ ഓഫ് ദ പെരോട്ടിഡ്സ് ആൻഡ് ഓഫ് സബ്മാക്സിലറി ഗ്ലാൻഡ്സ് ആഫ്റ്റർ സ്കാർലറ്റ് ഫീവർ. ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ചെവിയുടെ കീഴെയും വായിൽ കീഴ്ത്താഴ കീഴിലേക്കുള്ള ഗ്രന്ഥികളിൽ വീക്കവും കല്ലിപ്പവും ഉണ്ടാകുക, അത് സ്കാർലറ്റ് ഫീവറിനെ പിന്തുടർന്നും ഉണ്ടാകാം. മറ്റെന്തെങ്കിലും ഒരു അക്യൂട്ട് കേസിൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റ് കൊണ്ടും ആകാം. Scarlet fever often stirs up much trouble in the economy, especially when it has not been properly treated, when it has been treated by allopath or by a nervous homeopath. ഈ സ്കാർലറ്റ് ഫീവർ, ചെമ്പനിയെ തെറ്റായ ചികിത്സിച്ച് ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴാണ് ആ ചികിത്സ, തെറ്റായ ചികിത്സ എന്തൊക്കെയാണ്. സപ്രസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ആകെ പരിഭ്രാന്തയായ ഒരു ഹോമിയോപാത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. കേസിനെ കുറിച്ച് കൃത്യമായിട്ട് ചിത്രം കിട്ടിയിട്ടില്ല.
എടുക്കാൻ മെനക്കെട്ടിട്ടില്ല, പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല, ഒരു കൃത്യമായ ഔഷധത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? എ നെർവസ് ഹോമിയോപ്പതി ഈസ് വൺ ഹു ഡസ് നോട്ട് വെയിറ്റ് ഫോർ ഹിസ് ഓൺ കൺവിക്ഷൻ. സ്വന്തം ബോധ്യത്തിന് വേണ്ടി കാത്തിരിക്കില്ല. സ്വന്തം ബോധ്യം എന്ന് പറയുന്നത് വെറുതെ ധ്യാനിച്ചാൽ കിട്ടുന്നതല്ല. അധ്വാനിക്കണം, പണിയെടുക്കണം, മെറ്റിക്കുലസ് വർക്ക് വേണ്ടി വരും. കേസ് ടേക്കിങ്ങിന് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. അതിനുശേഷം കൃത്യമായിട്ടുള്ള റെപ്പർട്ടൈസേഷൻ. അതിനിപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, കാര്യങ്ങൾ എളുപ്പം നടക്കും. പഴയ പോലെ എഴുതി കുത്തിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കിട്ടുന്ന സൂചിപ്പിക്കപ്പെടുന്ന ഔഷധങ്ങൾ വെച്ചുകൊണ്ട് നല്ല മെറ്റീരിയാമെഡിക്കുകൾ റെഫർ ചെയ്ത് ആ റെപ്പർട്ടറി തരുന്ന സൂചനകളുടെ വെറാസിറ്റി ബോധ്യപ്പെട്ട് കൃത്യമായി വേണമെങ്കിൽ വീണ്ടും കേസെടുത്ത് സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഇന്നൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാം. പണ്ടൊക്കെ എന്ത് ഫോണൊന്നുമില്ല. അങ്ങനെയൊക്കെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് അങ്ങനെ ഒരു ഓൺ കൺവിക്ഷൻ, അങ്ങനെയാണ് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നത്. ആ ഒരു രോഗിക്ക് ഇന്നൊരു ഔഷധം എന്നുള്ളൊരു ബോധ്യം അത് കിട്ടാൻ വെയിറ്റ് ചെയ്യാതെ, അത് കിട്ടാൻ കാത്തു നിൽക്കാതെ, അതിനുവേണ്ടി പരിശ്രമിക്കാതെ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് നെർവസ് ഹോമിയോപാത്ത്. കൺവിക്ഷൻസ് ടു ബി അൾട്ടിമേറ്റ്, കൺവിക്ഷൻസ് ശേഷം വരുന്നുണ്ട് ടു ബി അൾട്ടിമേറ്റഡ്. തൻ്റെ ബോധ്യങ്ങളെ ഒരു പരിപൂർണതയിലെത്തിക്കണം. ബോധ്യങ്ങൾ ചിലപ്പോൾ 2-3 ഔഷധങ്ങളിലേക്ക് എത്താം. അതാണോ ഇതാണോ അങ്ങനെ വരാം. അങ്ങനെ വന്നാൽ പിന്നെ ഉള്ളത് എന്താ? നല്ല അൾട്ടിമേറ്റഡ്, അതിൻ്റെ പൂർണ്ണത അവയിലേതാണ്? പരസ്പരം സമാനമായിട്ട് കാണുന്നു. ഇതാണോ അതാണോ മറ്റേതാണോ? അപ്പോൾ അൾട്ടിമേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാതെ എന്താണ് ചെയ്യുന്നത്? ഡസ് നോട്ട് വെയിറ്റ് ഫോർ ഹിസ് റെമഡി ടു വർക്ക്. ഇനി അങ്ങനെ ഒരു ഔഷധം കിട്ടിയെന്ന് ഇരിക്കട്ടെ, വർക്ക് കിട്ടി, അവിടെ ഇനിയും കുഴപ്പമുണ്ടാകാം. അത് കൃത്യമായ ഔഷധത്തിൻ്റെ റിപ്പീറ്റേഷനിൽ വരുന്ന കുഴപ്പമാണ്. ആവർത്തിച്ച് കൊടുക്കേണ്ടി വരുമ്പോൾ കുഴപ്പമാണ്. അത് ഓരോ ഔഷധവും ഓരോ രോഗിയുടെ സ്ഥിതിയിലും അതിൻ്റെ കൃത്യമായ രീതിയിൽ അതിനെ ആവർത്തിച്ചില്ലെങ്കിൽ അത് കുഴപ്പമുണ്ടാകും. അത് വലിയൊരു പ്രശ്നമാണ്. അതൊരു വിവാദ വിഷയമാണ്. അത് ഈ വിഷയത്തിൽ ക്വാളിഫൈഡ് അല്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നില്ല. പക്ഷേ ആചാര്യന്മാരെ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ഡോസ് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ സെക്കൻഡ് ഡോസിനെ കുറിച്ച് കൊടുക്കരുത്. സെക്കൻഡ് ഡോസ് കൊടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക, വേണോ എന്ന് പലവട്ടം ആലോചിക്കുക. അപ്പോൾ അതാണ് കെൻറ്റ് മറ്റൊരു തരത്തിൽ പറയുന്നത്. ഡസ് നോട്ട് വെയിറ്റ് ഫോർ ഹിസ് റെമഡി ടു വർക്ക്. താൻ കൊടുത്ത ഔഷധം പ്രവർത്തിക്കാൻ കാത്തു നിൽക്കുന്നില്ല. രോഗികളിങ്ങനെ തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കും. വല്ല പ്ലാസിബോയോ അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റിയ വല്ല ബയോകെമിക്ക് കൊടുക്കാമെങ്കിൽ അതോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ ബോധവൽക്കരിച്ച് കാത്തു നിൽക്കാൻ ക്ഷമ കാണിക്കാതെ ആൻഡ് ഹി ഗിവ്സ് അനദർ ആൻഡ് അനദർ, മാറി കൊടുക്കുകയോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ ഫ്രാൻറ്റിക്കായിട്ട് പൊട്ടൻസി മാറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്യരുത്. കാത്തിരിക്കുക. ആ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ രോഗി വിട്ടുപോകുക എന്നുള്ളൊരു റിസ്ക് അവിടെ ഉണ്ട്. വിട്ടുപോകാതിരിക്കാനുള്ള വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചും മറ്റുമൊക്കെ അനുഭവ സമ്പത്തുള്ളവർ ചോദിച്ചുമൊക്കെ അത് ചെയ്യണം. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ സ്വന്തം കാര്യത്തിലും എൻ്റെ അടുപ്പമുള്ളവരുടെ കാര്യത്തിലും വളരെയധികം അനുഭവങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ സ്വന്തക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ പാനിക്ഡായി പോകും. പക്ഷേ ചിലപ്പോൾ 1-2 ദിവസം ഒന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഔഷധം വർക്ക് ചെയ്യുന്നു. ഓരോ ഔഷധത്തിനും അതിൻ്റെതായ രീതിയിലുണ്ട്. ചിലത് താമസിക്കും, ചിലതിന് ചിലപ്പോൾ ചില അവസ്ഥകളിൽ അതിനെ ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഒരു ഹോമിയോപാത്തിൻ്റെ മുന്നിലുണ്ട്. അത് ചെയ്യാതെ വളരെ ഫ്രാൻറ്റിക്കായിട്ട് നെർവസ് ആയിട്ട് ചെയ്തൊരു നെർവസ് ഹോമിയോപാത്ത് എന്ന കെൻറ്റ് പറയുന്ന ആ ഒരു സങ്കടകരമായ ഒരു വിഭാഗത്തിൽ പോയി പെടാതിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ബൈ ദ ടൈം ദ സ്കാർലറ്റ് ഫീവർ റൺസ് ഇറ്റ് കോഴ്സ് ആൻഡ് പേഷ്യൻ്റ് ബിക്കംസ് ഡ്രെഡ്ഫുള്ളി സിക്ക്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഔഷധം കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ മാറി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ സ്കാർലറ്റ് ഫീവർ ഇങ്ങനെ വലുതായി ഈ അനാവശ്യമായിട്ടുള്ള സപ്രഷൻസ്, പാർഷ്യലി സിമിലർ ആയിട്ടുള്ള ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ സപ്രഷൻ ഉണ്ടാവും അവിടെ. ആ സപ്രഷൻ കൊണ്ട് ഈ എന്ത് രോഗാവസ്ഥയായാലും, ഇപ്പോൾ സ്കാർലറ്റ് ഫീവർ ആയാലും ഡ്രെഡ്ഫുള്ളി സിക്ക്, ഭയാനകമാ വിധം രോഗാതുരമായി തീരുന്ന രോഗി,
എന്ത് പറ്റും? എൻസ് അപ്പ് വിത്ത് ഇയർ ട്രബിൾസ്, ചെവിയുടെ പ്രശ്നങ്ങൾ, കേൾവി പോകുന്ന അവസ്ഥകൾ വരെ. ഇതൊക്കെ പഴയ സാഹിത്യകൃതികളിൽ നിന്നും ഈ സ്കാർലറ്റ് ഫീവറൊക്കെ ധാരാളം ഉണ്ടായ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, വിശേഷം ഞാൻ നേരത്തെ പറഞ്ഞുള്ള റഷ്യൻ സാഹിത്യകൃതികളിൽ നിന്നൊക്കെയാണ് ഈ ഒരു സ്കാർലറ്റ് ഫീവറും അതിൻ്റെ ദുരിതങ്ങളും മറ്റുമൊക്കെ. അതുകൊണ്ട് കേൾവി പോയ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ചെവിയുടെ പ്രശ്നങ്ങൾ, എൻലാർജ് ഗ്ലാൻഡ്സ് ആൻഡ് സംടൈംസ് കിഡ്നി അഫക്ഷൻസ്, ഗ്രന്ഥികൾ വലുതാകൽ, ചില സമയം അത് വൃക്കകളെ ബാധിക്കുന്നു. അതിപ്പോൾ ഒരു when it runs into ear troubles and enlarged glands of the neck, this is one of the several remedies to be studied. Several remedies. അപ്പോൾ ഇങ്ങനെ പോയി കാതിലും ഗ്രന്ഥികളിലും ഒക്കെ പോയി ബാധിച്ചു കഴിയുമ്പോൾ അവിടെ ആവശ്യമായി വരുന്ന നിരവധി ഔഷധങ്ങളിൽ ഒന്നാണിത് ബാറ്റകാർബ്. ഒരു സ്പെസിഫിക്കോ അങ്ങനെയൊന്നുമല്ല, ടു ബി സ്റ്റഡീഡ്. അപ്പോൾ അവയെക്കുറിച്ച് പഠിക്കണം. ആ രോഗിയുടെ, നിങ്ങളുടെ മുന്നിൽ വരുന്ന രോഗിയുടെ ആ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഈ സെവറൽ റെമഡീസ് അതിനെക്കുറിച്ച് പഠിച്ചാൽ കൃത്യമായ ഔഷധത്തിലേക്ക് എത്താൻ പറ്റും. ചിലപ്പോൾ അത് ബാറ്റകാർബ് ആകാം, മറ്റെന്തെങ്കിലും ആകാം. ഇത് കൊട്ടേഷനാണ്. പാരലിസിസ് ഓഫ് ദ ടങ് ഓഫ് ഓൾഡ് പീപ്പിൾ, മുതിർന്ന ആളുകളിൽ, വാർദ്ധക്യത്തിലെത്തിയവരിൽ നാവ് തളർന്നു പോകുന്നു. വീക്ക്നെസ് ഓഫ് ദ ടങ് ഇൻ ഓൾഡ് പീപ്പിൾ, ഹാർഡ്നെസ് ഓഫ് ദ ടങ് ഇൻ ഓൾഡ് പീപ്പിൾ. ഇതേപോലെ വാർദ്ധക്യത്തിലെത്തിയവരിൽ നാവ് കട്ടി ആയിത്തീരുന്നു, കല്ലിക്കുന്നു. പ്രിമച്ചർ ഓൾഡ് ഏജ് ആൻഡ് ഗിവിങ് ഔട്ട് ഓഫ് മസിൽസ്, അകാലമായ വാർദ്ധക്യം, പേശികൾ ശോഷിച്ചു പോകുന്നു. ദർ ഇസ് എ കാറ്ററൽ സ്റ്റേറ്റ് ഇൻ ദിസ് റെമഡി. ഈ ഔഷധത്തിൽ കഫസംബന്ധമായൊരു പ്രശ്നമുണ്ട്. ആൻഡ് അക്യുമുലേഷൻ ഓഫ് മ്യൂക്കസ് ഇൻ ദ നോസ്, ത്രോട്ട്, ലാരിങ്സ് ആൻഡ് ട്രക്കിയ. മൂക്കിൽ, തൊണ്ടയിൽ, സ്വനപേടകത്തിൽ, ശ്വാസപേടകത്തിലൊക്കെ കഫം വന്ന് ശേഖരിക്കപ്പെടുന്നു, കഫം വന്ന് നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ ഓൾഡ് പീപ്പിൾ ഹു ഹാവ് റാറ്റ്ലിംഗ് ഇൻ ദ ട്രക്കിയ. ട്രക്കിയയിൽ ഇങ്ങനെ കുറുങ്ങലുള്ള ആളുകൾ, അങ്ങനെയുള്ള മുതിർന്ന ആളുകളിൽ അവർക്ക് വളരെയധികം ഉപകരിക്കും. ഓൺ എവരി കോൾഡ് ചേഞ്ച് ഓഫ് ദ വെതർ, കാലാവസ്ഥ തണുപ്പിലേക്ക് മാറുന്ന ഓരോ അവസ്ഥയും, നമ്മൾ വിൻ്ററോ അല്ലെങ്കിൽ കടുത്ത മഴക്കാലമോ, ആൻഡ് ഓൺ എവരി എക്സ്പോഷർ ടു ദ കോൾഡ്, എപ്പോൾ തണുപ്പടിക്കുന്ന ഓരോ അവസ്ഥയും, ഹി ഗെറ്റ്സ് എൻ അഡീഷണൽ അഗ്രവേഷൻ ഓഫ് ദ റാറ്റ്ലിംഗ്. നമ്മൾ നേരത്തെ ടോൺസിലിൻ്റെ കാര്യത്തിൽ ഇത് പറഞ്ഞു, ഓരോ തണുപ്പടിക്കലിലും കുറേശ്ശെ വർദ്ധിക്കുന്നു, പൂർവാധികം കുറേശ്ശെ വർദ്ധിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇയാളുടെ കുറുങ്ങൽ, കഫം സംബന്ധമുണ്ടായ കുറുങ്ങൽ, ഓരോ അവിടെ ടോൺസിൽ വർദ്ധിച്ച പോലെ ഇവിടെ കുറുങ്ങൽ വർദ്ധിക്കുന്നു. റാറ്റ്ലിംഗ് റെസ്പിറേഷൻ, ശ്വാസം കഴിക്കുമ്പോൾ കുറുങ്ങൽ, കഫത്തിൻ്റെ ശബ്ദം. ദർ ആർ എ ഫ്യൂ റെമഡീസ് ദാറ്റ് ഹാവ് ഇൻ സച്ച് ഹൈ ഡിഗ്രി. ഇത് വളരെ ഉയർന്ന ഡിഗ്രിയിൽ, വളരെ രൂക്ഷതയിൽ കാണിക്കുന്ന ഔഷധങ്ങൾ അധികമില്ല, കുറച്ചേ ഉള്ളൂ. ബാറ്റകാർബ് അടക്കം. ദിസ് കോഴ്സ് റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ് ഓഫ് ഓൾഡ് പീപ്പിൾ, മുതിർന്ന ആളുകളിൽ, വൃദ്ധരുടെ നെഞ്ചിൽ ഇങ്ങനെ വരുന്ന വല്ലാത്ത കുറുങ്ങൽ, ദാറ്റ് ഇറ്റ് ഈസ് വെൽ ടു എംഫസൈസ് ഇറ്റ്. അതാണ് അത് കൃത്യമായിട്ട് പറയാം. മുതിർന്ന പൗരന്മാരുടെ നെഞ്ചിൽ വരുന്ന കുറുങ്ങൽ, അതിൽ കുറച്ച് ഔഷധങ്ങളേ ഉള്ളൂ. ബാറ്റകാർബ് വരും. ബാറ്റകാർബ് ഈസ് വൺ ഓഫ് ദം. അതിൽ ബാറ്റകാർബ്. ഇനി വേറെന്തൊക്കെയാണ്? സെനഗ, അമോണിയാക്കം ആൻഡ് ബാറ്റ മ്യൂറിയാറ്റിക്ക. ഇത് മൂന്നും, ഇവ നാലും തമ്മിൽ താരതമ്യം ചെയ്യണം. ബാറ്റകാർബ്, സെനഗ, അമോണിയാക്കം, ബാറ്റ മ്യൂറിയാറ്റിക്ക, ഇത് നാലും തമ്മിൽ താരതമ്യം ചെയ്യണം ഇത്തരം അവസ്ഥകളിൽ. വെൻ ദർ ഈസ് കോഴ്സ് റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ് ഓൾ ദ ടൈം ഇൻ എൻ ഓൾഡ് പേഴ്സൺ ആൻഡ് ഒക്ടോജനേറിയൻ, അപ്പോൾ ഒരു 80 വയസ്സ് കഴിഞ്ഞ് 80-നും 90-നും വയസ്സിനിടയിലുള്ള ആ ഒരു പ്രായപരിധിയുള്ള ഒരാളിൽ എപ്പോഴും ഈ പറയുന്ന വല്ലാത്ത കുറുങ്ങൽ നെഞ്ചിലുണ്ടെങ്കിൽ, ഹു ഈസ് പ്രട്ടി കംഫർട്ടബിൾ ഇൻ സമ്മർ, അയാൾക്ക് വേനൽക്കാലത്ത് കുഴപ്പമൊന്നുമില്ല, അയാൾ സുഖമായിരിക്കുകയാണെങ്കിൽ, ബട്ട് മിസറബിൾ ഓൾ വിന്റർ, എല്ലാ തണുപ്പ് കാലത്തും മഞ്ഞുകാലത്തും മഴക്കാലത്തും വല്ലാതെ പ്രയാസപ്പെടുന്നു, ഈ ഒരു നെഞ്ചിലുള്ള വല്ലാതെ കുറുങ്ങൽ പ്രയാസപ്പെടുന്നു. ആൻഡ് ദർ ആർ നോ അതർ സിംറ്റംസ്, ആ ഒരു അവസ്ഥയിൽ മറ്റൊരു ലക്ഷണവും ഇല്ലതാനും. നമുക്കൊരു ടോട്ടാലിറ്റിയിലേക്ക്, ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിലേക്ക് പോകാൻ ഇല്ലതാനും. അങ്ങനെ വരുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഔഷധം കെന്റ് പറയുകയാണ്, അമോണിയാക്കം വിൽ കീപ് ഹിം കംഫർട്ടബിൾ. അയാളെ ഹീൽ എന്ന് പറയുന്നില്ല, അയാൾക്ക് ഒരു കംഫർട്ട് കൊടുക്കും, അയാൾക്കൊരു സുഖം കൊടുക്കും. 80-90 വയസ്സിലുള്ള ഒരാളാണ്,
സമ്പൂർണ്ണ രോഗശാന്തിയും മറ്റുമൊക്കെ പ്രയാസമായിരിക്കും. പക്ഷെ അയാൾക്കൊരു സമാശ്വാസം കൊടുക്കാൻ അമോണിയാക്കത്തിന് സാധിക്കും, മറ്റൊരു ഔഷധവും മറ്റ് സിംറ്റംസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ. ദ സോർ ത്രോട്ട് ഇൻ ദിസ് റെമഡി ഹാസ് ന്യൂമറസ് സിംറ്റംസ്. ഇതിൻ്റെ തൊണ്ടയിലെ ഈ കിരികിരിപ്പ് അവസ്ഥയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ലക്ഷണങ്ങളുണ്ടാകും. കൊട്ടേഷനാണ്: ഇൻഫ്ലമേഷൻ ഓഫ് സെല്ലുലർ ടിഷ്യൂസ് ഓഫ് ഫോസസ് ആൻഡ് ടോൺസിൽസ്. ടോൺസിൽസിലും ആ ഭാഗത്തുള്ള തൊണ്ടയുടെ ആ മൃദുലമായ പ്രദേശങ്ങളിലൊക്കെയുള്ള കോശങ്ങളിൽ, കലകളിലൊക്കെ വീക്കം വരുന്നു. ദിസ് റെമഡി ഈസ് വൺ ഇൻ ജനറൽ കാറ്ററൽ സിംറ്റംസ് ഓഫ് ദ ത്രോട്ട്. തൊണ്ടയിലുള്ള ഈ കഫത്തിൻ്റെ അവസ്ഥ ഒരു ജനറൽ കണ്ടീഷനായിട്ട് വരുന്ന ചുരുക്കം ഔഷധങ്ങളിൽ ഒന്നാണ് ബാറ്റ കാർബോണിക്ക. തൊണ്ടയിൽ കഫത്തിൻ്റെ അവസ്ഥ ഒരു ജനറൽ കണ്ടീഷനായിട്ട് വരിക. Granulations of the throat so that the pharynx looked shiny, studded with coarse granules becoming inflamed with every cold spell or from being chilled. അപ്പോൾ തൊണ്ടയിൽ പൊട്ട പിടിച്ച പോലെ ഒക്കെ ഇരിക്കുന്നു. അത് ഓരോ തവണ തണുപ്പടിക്കുമ്പോഴും അതിൽ വീക്കം വന്നിട്ട് ഇങ്ങനെ ചെമന്നിരിക്കുന്നു. അപ്പോൾ ഈ ഫാരിങ്സ് വല്ലാതൊരു തിളക്കമുള്ളത് പോലെ തോന്നിക്കുന്നു. ഗ്രാനുലറുമാണ്, അതേസമയം തിളക്കമുള്ളതുമാണ്. പൊറ്റയുണ്ട്, അവിടെ വീക്കം വന്നിട്ട് തിളക്കമുള്ളൊരവസ്ഥ വരുന്നു. എവറി കോൾഡ് ചേഞ്ച് ഇൻഫ്ലെയിംസ് ടോൺസിൽസ് ആൻഡ് ഇൻ ചിൽഡ്രൻ ദേ വെരി സൂൺ എൻലാർജ്. നേരത്തെ പറഞ്ഞാൽ കുട്ടിയിൽ ഓരോ തവണ തണുപ്പടിക്കുമ്പോഴും ടോൺസിൽസിനെ ബാധിക്കുന്നു. അത് ഓരോ തവണയും കുറേശ്ശെ വലുതായി വരുന്നു. ചിൽഡ്രൻ വിത്ത് എൻലാർജ് ടോൺസിൽസ് ആൻഡ് വിത്ത് എൻലാർജ് ഗ്ലാൻഡ്സ് ഇൻ അതർ പ്ലേസസ്. ടോൺസിൽസിലും മറ്റു ഭാഗങ്ങളിലെ ഗ്രന്ഥികളിലുമൊക്കെ വലുതായി വരുന്നൊരവസ്ഥ. സംവാട്ട് ഡ്വാർഫിഷ് ഇന്റലക്ച്വലി. അവരുടെ ശാരീരികമായിട്ട് വളർച്ചയ്ക്കാണ്, പക്ഷെ ബുദ്ധിപരമായിട്ടൊരു ഒരു മന്ദതയുണ്ട്, ഇത്തിരി വളർച്ചക്കുറവുണ്ട്. പ്രായത്തിനൊത്തൊരു ബുദ്ധി വളർച്ചയില്ല. സ്ലോ ടു ലേൺ, പഠിക്കാൻ വൈകുന്നു. ബാറ്റ കാർബ് വിൽ ക്യൂർ ദ എൻലാർജ് ടോൺസിൽസ്. ആ ഒരു കണ്ടീഷൻ ബാറ്റ കാർബിൻ്റെ കണ്ടീഷനാണ്. അവിടെ ആ വിങ്ങിയിരിക്കുന്ന ടോൺസിൽസിനെ ബാറ്റ കാർബ് സുഖപ്പെടുത്തും. ബട്ട് ദീസ് യു സീ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ്. ഇതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ആയതുകൊണ്ടാണ് ബാറ്റ കാർബ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓരോ തണുപ്പിടിക്കുമ്പോഴും ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നു. ഒപ്പം ഒരു ഇൻ്റലക്ച്വൽ ഡോർഫിഷ്നസ്, ബുദ്ധിപരമായിട്ടുള്ള ചെറിയൊരു വളർച്ചക്കുറവും. അത് ആ വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനാണ്. അതുകൊണ്ടാണ് ബാറ്റ കാർബ് സുഖപ്പെടുത്തും എന്ന് പറയുന്നത്. അല്ലാത്ത ഒരു ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ല എന്നോട് വിശദീകരിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കുട്ടികളിൽ കാണുന്ന സാഹചര്യങ്ങളാണ്. അതൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൃത്യമായ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് ബാറ്റ കാർബ് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നല്ല നിരവധി സൂചനകളും ലക്ഷണങ്ങളും കമ്പാരിസൺസും ഒക്കെ തുടർന്നും പറയുന്നുണ്ട്. നമുക്ക് അടുത്ത 2 എപ്പിസോഡ് കൊണ്ട് ഇത് നമുക്ക് തീർക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.